നമസ്കാരം. ഇന്ന് നവംബർ 9 ഞായറാഴ്ചയാണ്. തുലാം 23. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുൻ മന്ത്രി കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. CPIയുടെ പ്രതിനിധിയായാണ് കെ രാജു ബോർഡ് അംഗമാകുന്നത്. ഫസ്റ്റ് ഓൺ 24. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നേരത്തെ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് പാർട്ടി തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ജയകുമാർ എത്തുന്ന പശ്ചാത്തലത്തിൽ സാമുദായിക സമവാക്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മറ്റൊരു പേരിലേക്ക് CPI എത്തുകയായിരുന്നു. അതിലിപ്പോൾ തീരുമാനമാകുന്നു. മുൻ മന്ത്രി കൂടിയായ കെ രാജുവാണ് ബോർഡ് അംഗമാകാൻ പോകുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ, അലക്സ് റാം മുഹമ്മദ്? റിജിത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ CPI നോമിനിയായ ദേവസ്വം ബോർഡ് അംഗമായി മുൻ മന്ത്രിയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ കെ രാജു എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. നേരത്തെ ഇതിൽ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ആരാകും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ആരാകും എന്നുള്ളൊരു ചർച്ച നിലനിന്നിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ പ്രതിരോധത്തിലാണ് ഈ ഘട്ടത്തിൽ. അതുമാത്രമല്ല, സർക്കാരും വലിയ ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അതിനാൽ ഒരൊറ്റ നിയമനത്തിലൂടെ ഈ ആരോപണങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് CPIM ആലോചിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനിച്ച പേരാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ IAS-ൻ്റെത്. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന് CPIM തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി അത് കെ ജയകുമാറിനെ അറിയിക്കുകയും കെ ജയകുമാർ IAS അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഇന്നോ നാളെയോ മറ്റോ അതുമായി ബന്ധപ്പെട്ട, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ കെ ജയകുമാറിനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്നോ നാളെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ CPIM പരിഗണിച്ചിരുന്നത് സമ്പത്തിന്റെ പേരായിരുന്നു, മുൻ MP കൂടിയ സമ്പത്തിന്റെ പേരായിരുന്നു. അങ്ങനെയെങ്കിൽ ആരായിരിക്കും CPI പ്രതിനിധി എന്നുള്ളതാണ് വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേരിലേക്ക് CPI ആദ്യം തന്നെ എത്തിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് വിളപ്പിൽ രാധാകൃഷ്ണനെ CPI നോമിനിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി തീരുമാനിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ CPM കൈക്കൊണ്ട തീരുമാനം പിന്നീട് CPI അറിയിക്കുകയായിരുന്നു. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി തീരുമാനത്തിൽ നിന്ന് മാറാൻ സാധിക്കില്ല, വിളപ്പിൽ രാധാകൃഷ്ണന് വാക്ക് കൊടുത്തു പോയി. അതുമാത്രമല്ല, സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനമാണ് എന്നുള്ളതും CPM-നെ അറിയിക്കുന്നു. വിദേശത്തുള്ള മുഖ്യമന്ത്രി പിന്നീട് നേരിട്ടിടപെട്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ആശയവിനിമയം നടത്തുന്നത്. ഒന്ന്, സാമുദായിക സമവാക്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വിളപ്പിൽ രാധാകൃഷ്ണനും അതുപോലെ കെ ജയകുമാർ IAS ഒരേ സമുദായത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്ക് പുറത്തു നിന്ന് എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ CPM കണ്ടെത്തിയത് എന്നുള്ളതും രാഷ്ട്രീയമായും അതല്ലാതെ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ എന്ന പേര് മാറ്റാൻ CPI തീരുമാനിക്കുന്നതും. അങ്ങനെ CPI സംസ്ഥാന സെക്രട്ടറി അതിന് വഴങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് കെ രാജുവിന്റെ പേരിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും, CPI നോമിനിയായ അംഗമാകും. CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ്, മുൻ മന്ത്രിയാണ്, പുനലൂരിൽ നിന്നുള്ള നേതാവാണ് കെ രാജു. ഈ തീരുമാനം ഈ മണിക്കൂറുകൾ ഇന്നോ നാളെയോ ഒരുപക്ഷെ പ്രഖ്യാപനമായി തന്നെ പുറത്തിറങ്ങാനും സാധ്യതയുണ്ട്. റിജിത്ത്, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുൻമന്ത്രി കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് കെ ജയകുമാറിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും നാളെ ഉണ്ടാകാനാണ് സാധ്യത. പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. അപകടം കാട്ടുപന്നി കുറുകെ ചാടിയതിനാലാണ് എന്നാണ് സംശയം. ഐഷത്തുൽ ഷംന അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷംന, വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 3 പേർക്ക് ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് കാട്ടുപന്നി കുറുകെ ചാടിയതാണ് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഷംന? ശ്രീജിത്ത്, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ കൊടുമ്പ് ജംഗ്ഷനിൽ വെച്ച് ഇത്രയും ദാരുണമായ വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ പാലക്കാട് ചിറ്റൂരിൽ നിന്നും തിരികെ വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതാണ് ചിറ്റൂർ പാത. ഇവിടെ നിന്നും വരുന്ന വാഹനമായിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടി എന്നാണ് ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള യുവാക്കൾ പോലീസിന് നൽകിയ മൊഴി. ഇവർ നേരെ വാഹനം നിയന്ത്രണം തെറ്റി ഈ മരത്തിലാണ് ഇടിച്ചത്. ഈ മരത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ റിജിത്ത് നമുക്കതിന്റെ ഒരു ഭീകരത മനസ്സിലാകും. അത്രയും ഒരു വലിയ അപകടമാണ്
അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മരത്തിലിടിച്ചതിന് ശേഷം കാറ് പിന്നെയും നിയന്ത്രണം തെറ്റി കുറച്ച് അല്പം മാറിയാണ് കാർ ഇപ്പോൾ കിടക്കുന്നത്. നിയന്ത്രണം തെറ്റി കാറ് തെന്നി മാറുകയായിരുന്നു. അതിനുശേഷം ഈ വന്ന ദിശയുടെ എതിർദിശയിലായിട്ടാണ് ഇപ്പോൾ വാഹനം കിടക്കുന്നത്. അത് തന്നെ വാഹനം പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാലും ഈ വിദ്യാർത്ഥികൾ 6 പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ മുമ്പിലുണ്ടായിരുന്ന 2 പേർക്കാണ് ഇപ്പോൾ മറ്റ് അപകടങ്ങളിൽ ഒരു ഗുരുതരാവസ്ഥയിലോട്ടൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2 പേരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഈ മുമ്പിലുണ്ടായിരുന്ന കുട്ടികൾ ആണ് പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടത്. മറ്റ് പിൻസീറ്റിൽ ഉണ്ടായിരുന്നവരാണ് മരണപ്പെട്ടതും. ഈ കാറ് അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വലിയ ഒരു അപകടം. അത് കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇവർ ഈ നിയന്ത്രണം തെറ്റി കാറ് വന്ന ദിശയുടെ എതിർദിശയിലായി മറിഞ്ഞു വീഴുകയായിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടി എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. അക്കാര്യത്തിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത വരണം. എന്തായാലും ഈ നിലവിൽ ഈ മേഖലയിൽ നിരന്തരം കാട്ടുപന്നി ശല്യമുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് മുമ്പിൽ കാട്ടുപന്നി ചാടുകയും അതേ തുടർന്ന് അപകടങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്ത ഒരു മേഖല കൂടിയാണ് എന്ന് ഇവിടെ ഉള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ പല കോളേജുകളിലായി പഠിക്കുന്നവരാണ്. ഇവർ സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുന്നവരാണ്. അങ്ങനെ ഇന്നലെ ചിറ്റൂരിൽ ഒത്തുകൂടാൻ എത്തിയതായിരുന്നു എല്ലാവരും. അതിനുശേഷം ചിറ്റൂരിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പാലക്കാട് സ്വദേശിയായ രോഹൻ സന്തോഷ് 22 വയസ്സാണ്. ഒപ്പം തന്നെ സനൂഷ് 19 വയസ്സാണ്. ജിതിൻ 21 വയസ്സാണ്. ഈ 3 പേരാണ് മരിച്ചത്. ഒപ്പം തന്നെ 2 പേര് ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് അത്ര ഗുരുതരമായ പരിക്കുകളല്ല, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ചേട്ടാ, ഈ ഇവിടുത്തെ ആള് പ്രദേശവാസിയാണോ? ഇല്ല, ഇവിടുത്തെ ഞാൻ പുറത്ത് ഇല്ലല്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാ. ഇപ്പോൾ ഞങ്ങൾ തൊട്ടാപ്പുറം എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അതെ, ഞാൻ മരിച്ചത്. ഇവർ ലുല്ലു മോളിൽ പോയിട്ടുണ്ട്. ലുല്ലു ഒന്ന് ചിറ്റൂർ വരെ ആവശ്യത്തിന് പോയെന്ന് അറിയില്ല. തിരിച്ചു വരുമ്പോഴാണ് സംഭവം. പന്നി കുറുക്ക് ചടിയെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇത് കാട്ടുപന്നികൾ ഉള്ള ശല്യങ്ങളാണ്. ഇവിടുന്ന് 2-3 കിലോമീറ്റർ വരെ ശല്യമുള്ള സ്ഥലമാണ്. നിറയുണ്ട്. ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്, ബൈക്കിൽ മറിഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ ഇവിടുന്ന് ഒരു കൊടുമ്പ് കോളിമുട്ടം വരെ ഈ പന്നി ശല്യം കൂടുതലുള്ള സ്ഥലമാണ്. റീജിത്ത്, അത് തന്നെയാണ് ഈ മേഖല നിരന്തരം കാട്ടുപന്നി ശല്യമുള്ള മേഖലയാണ്. മുമ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ ഇത്രയും ഭീകരമായ ഒരു അപകടം, ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമാണ്. 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇനി മറ്റു കാര്യങ്ങൾ, ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അത് ഈ യുവാക്കളുടെ മൊഴിയിൽ നിന്ന് തന്നെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ അപകട സമയം രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. ഈ അപകടം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നു. അത്ര തിരക്കേറിയ ഒരു പാതയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഷംന, റിജിത്തെ, സമീപത്ത് തന്നെ നിരവധി വീടുകളുണ്ട്. ഈ ശബ്ദം കേട്ട്, അപകടത്തിന്റെ ശബ്ദം കേട്ട് തന്നെ സമീപത്തുണ്ടായിരുന്ന വീട്ടുകാരൊക്കെ ഓടിക്കൂടി എത്തി. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ മറ്റേ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഓടിക്കൂടി എത്തി ഫയർഫോഴ്സിനെയും. ഈ കാറ് പൂർണ്ണമായും തകർന്ന ഒരു നിലയിലായിരുന്നു. നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്ന ഒരാൾ പറഞ്ഞിരുന്നത് ഈ മരത്തിൽ ഇടിച്ചതിന് ശേഷം ഈ ഒരു കുട്ടിയുടെ ബാക്കിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മുഖത്തിന്റെ പകുതിയോളം, അത് വലിയ ഗുരുതരമായി പരിക്കേറ്റ് പകുതിയോളം പോയ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു. അത്രയും ഗുരുതര ഒരു അവസ്ഥയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഫയർഫോഴ്സും മറ്റ് പോലീസും ഒക്കെ എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കാരണം ആ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയതിനു ശേഷം ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴും ഈ ആദ്യഘട്ടത്തിൽ കാറിൽ നിന്ന് പുറത്തെടുക്കുന്ന ഘട്ടത്തിലും 3 പേർക്കും അനക്കമുണ്ടായിരുന്നില്ല എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നവരൊക്കെ പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ച് 3 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് 3 പേരുടെയും മൃതദേഹവും ഒപ്പം ഈ പരിക്കേറ്റവരും ചികിത്സയിലുള്ളത്. അവിടെ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടന്ന് മറ്റ് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേരും, ഈ മരിച്ച 3 പേരും ഒപ്പം ഉണ്ടായിരുന്ന ഈ ചികിത്സയിൽ തുടരുന്ന 2 പേരും
ഷംന അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 6 പേരാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ചിറ്റൂരിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടാവുന്നത്. കാട്ടുപന്നി കുറുകെ ചാടിയതാണ് എന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി പറഞ്ഞതായി നാട്ടുകാർ പറയുന്നുണ്ട്, അവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. കാട്ടുപന്നി ശല്യം രൂക്ഷമായുള്ള മേഖലയാണ് എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെയും സമാന സ്വഭാവത്തിലുള്ള അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വളരെ സങ്കടകരമായ വാർത്തയാണ്. 3 യുവാക്കൾക്ക്, ചെറിയ കുട്ടികളാണ്, 19ഉം 23ഉം വയസ്സൊക്കെയുള്ള കുട്ടികളാണ്. അവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഐഷത്തുൽ ഷംന അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം അലക്സ്ര മുഹമ്മദ് നമ്മളോട് പങ്കുവെക്കും. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടടക്കം തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നും നാളെയും തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഒരു ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാകുന്നുണ്ട്. അതുപോലെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ പോകുന്നു. അലക്സ്ര മുഹമ്മദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട വാർത്തകളായി പ്രതീക്ഷിക്കുന്നത് അതിലൊന്ന് KGMCT സമരമാണ്. നമുക്കറിയാം, ജൂലൈ 1 മുതൽ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയാണ്. അതിൽ അവരുടെ ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ഒപ്പം നിയമനങ്ങൾ സൃഷ്ടിക്കുക, മെഡിക്കൽ കോളേജുകളിൽ നിയമനങ്ങൾ സൃഷ്ടിക്കുക, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക, ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം അവർ നടത്തുന്നത്. ഈ സമരം ആദ്യഘട്ടം കഴിഞ്ഞ് സർക്കാർ ആ സമരം മുഖവിലക്കെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് അവർ 2ാം ഘട്ട സമരവുമായി മുന്നോട്ട് പോയത്. അതായത് OP ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള സമരമുറയിലേക്കാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് നീങ്ങിയത്. റിലേ OP ബഹിഷ്കരണത്തിലേക്കാണ് അവർ നീങ്ങിയത്. 3 ആഴ്ചകളിലായി അവർ OP ബഹിഷ്കരണം തുടരുകയാണ്. ഈ വരുന്ന 13-നും സമാനമായ OP ബഹിഷ്കരണം നിശ്ചയിച്ചിരുന്നു. അതിനു മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ KGMCT പ്രതിനിധികളെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളെ, അതായത് തിങ്കളാഴ്ച ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ KGMCT ഭാരവാഹികൾ മുന്നോട്ട് വയ്ക്കും, പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കും. അതിൽ സർക്കാർ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശമ്പള കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ സർക്കാർ എന്ത് നടപടി കൈക്കൊള്ളുമെന്നുള്ളത് കാത്തിരുന്നു കാണണം. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആശുപത്രികളിൽ നേരത്തെ, അതായത് ആരോഗ്യവകുപ്പ് കൂടുതൽ തസ്തികകൾ കഴിഞ്ഞ ദിവസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇത് മെഡിക്കൽ കോളേജുകൾ ഒരു തസ്തിക പോലും സൃഷ്ടിച്ചില്ല എന്ന പരാതി KGMCTക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആരോഗ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും നാളെ ഉച്ചതിരിഞ്ഞാണ് ഈ ചർച്ച. അനന്തമായി ഇത് നീട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യമായിരിക്കും തീരുമാനിക്കേണ്ടത്. ഈ ചർച്ചയിൽ തീരുമാനമായില്ല, സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് അടക്കം, അതായത് കടുത്ത സമരമുറയിലേക്കടക്കം കടക്കാനാണ് KGMCT തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം രജിത, 2ാമത്തെ പ്രധാനപ്പെട്ട വാർത്ത തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളായി മഴയ്ക്ക് നേരെ കുറവ് സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഇന്ന് 4 ജില്ലകൾ, തെക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും മറ്റ് തടസ്സമില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രധാനപ്പെട്ട അപ്ഡേറ്റായി അത് ഇന്നെന്താണെങ്കിലും വരും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും കാർമേഘം ഇരുണ്ടുമൂടിയ അവസ്ഥയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊല്ലം ചവറ സ്വദേശി വേണു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു. അതിനാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം തന്നെ പുറത്തു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത 24 തന്നെ ഈ വാർത്ത നൽകുകയും അത് വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയാകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ TK പ്രേമലത ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഉറച്ചു നിൽക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ല. പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗം പറയുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ല. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തടസ്സമായത് വേണുവിനുണ്ടായിരുന്ന രോഗങ്ങളാണ്. അത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ, ചികിത്സ നിഷേധിച്ചു എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ
ഉള്ളടക്കം എന്താണ് എന്നത് പ്രധാനമാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. ഇനി വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പരിശോധിക്കണം. കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ തയ്യാറാണ്. മിഥില, ഈ കോഴിക്കോട് DCC ഓഫീസിൽ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വാക്കേറ്റത്തിലേക്കും കൂട്ടയടിയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയത് നമ്മൾ കണ്ടതാണ്. സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ഏത് തരത്തിലാണ്? മെത്താഫെറ്റമിൻ വിഴുങ്ങിയ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത കൂടി കോഴിക്കോട്ട് നിന്ന് പുറത്തു വന്നിരുന്നു. അതിൻ്റേതുൾപ്പെടെ വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്തകൾ എങ്ങനെയാണ് മിഥില? ഈ കയ്യാങ്കളി അല്ലെങ്കിൽ കൂട്ടയടി അതിൽ ഇപ്പോൾ DCC അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സുതാര്യമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നതെന്നാണ് DCC നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത്തരമൊരു വാർത്ത വന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം DCC നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഡിവിഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടക്കാവ് ഡിവിഷനിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച 5 പേർ തമ്മിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കയ്യാങ്കളിയും തർക്കവും ഉണ്ടായത്. അവിടെ മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിൽ മതസാമുദായിക സമവാക്യങ്ങളൊന്നും തന്നെ പാലിക്കാതെ സ്ഥാനാർത്ഥി നിർണ്ണയം അല്ലെങ്കിൽ വാർഡ് വിഭജനം നടന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിവിഷനിൽ പാർട്ടികൾക്ക് വീതിച്ചു നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും സമവായമുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തർക്കവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഈ ഒരു വിഷയം ഗൗരവത്തോടെ ആണ് DCC നേതൃത്വം കാണുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിലൊരു തർക്കമോ കയ്യാങ്കളിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിവിഷനിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു തർക്കം കോഴിക്കോട് DCCയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ വാർത്താ പ്രാധാന്യം ആ ഒരു വിഷയത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് DCC നേതൃത്വം ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ അന്വേഷണ നടപടികൾ ഇന്ന് ആരംഭിക്കും. മറ്റൊന്ന്, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മെത്താഫെറ്റമിൻ വിഴുങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. താമരശ്ശേരിയിലാണ് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായത്. താമരശ്ശേരിയിൽ നമുക്കറിയാം, ഇത് ആദ്യ സംഭവമല്ല താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപ് 2 തവണ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ ലഹരി വസ്തുക്കൾ വിഴുങ്ങി ആശുപത്രിയിൽ യുവാക്കളെ എത്തിച്ച സാഹചര്യം താമരശ്ശേരിയിലുണ്ട്. ഇന്നലെ എക്സൈസ് സംഘം വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് യുവാവ് ഇത്തരത്തിൽ മെത്താഫെറ്റമിൻ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. താമരശ്ശേരി തലയാട് സ്വദേശി റബ്സിനായാണ് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അവിടെ നടത്തിയ പരിശോധനയിൽ തന്നെ 0.544 ഗ്രാം മെത്താഫെറ്റമിൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 0.20 ഗ്രാം ആയിരുന്നു ഈ യുവാവ് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ യുവാവ് ഇപ്പോൾ ഉള്ളത്. ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. റീജിത്ത്. ശരി, ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 122 മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇന്നും NDAക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ മഹാസഖ്യത്തിനായി പ്രചാരണത്തിനുണ്ട്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ പട്നയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ഇനി 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണവും അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നു. തികഞ്ഞ ആത്മവിശ്വാസം പ്രതീക്ഷാ മുന്നണികൾ വെച്ച് പുലർത്തുന്നുണ്ട്. താരപ്രചാരകരും ദേശീയ നേതാക്കളുമൊക്കെ കളം നിറയുന്നു. വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ. TK, ഏതായാലും വലിയൊരു പ്രചാരണ കാലം അവസാനിക്കുന്നു. ജനങ്ങൾ അവസാന വിധിയും എഴുതാൻ പോവുകയാണ് ബീഹാറിൽ. 2ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ അത് ഒരു കൊട്ടിക്കലാശം കണക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളൊക്കെ തന്നെ ഉള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ നിരന്തരം സംസ്ഥാനത്ത് എത്തിച്ച് ബീഹാർ എത്രത്തോളം പ്രധാനമാണ് ഇരു മുന്നണികൾക്കും എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ദേശീയ തലത്തിൽ പോലും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. NDA സർക്കാരിനെ നിലനിർത്തുന്നതിൽ, കേന്ദ്രത്തിൽ നിലനിർത്തുന്നതിൽ നിതീഷ് കുമാറിനും LJPക്കും ഒക്കെയുള്ള പങ്ക് അത് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ബീഹാർ നഷ്ടപ്പെടാതിരിക്കുക NDAയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്ത് ഇവിടെ നിരന്തരം റാലികളിൽ പ്രസംഗിക്കുന്നത്. ഇന്നും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകും. കോൺഗ്രസ് മറുവശത്ത് മഹാസഖ്യത്തിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും കാത്തുവെക്കുന്നുണ്ട്. അവർ വലിയ പ്രചാരണം ഇന്നലെയും നടത്തിയതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ പ്രധാനമായും പ്രചാരണം നടന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. വലിയ പ്രചാരണം ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വോട്ട് കൊള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ അവസാന ലാപ്പിൽ 2ാം ഘട്ടത്തെ കൂടുതൽ വലിയ ചർച്ചകൾ നിറഞ്ഞു നിന്ന കാര്യങ്ങൾ. വോട്ട് ചോരി ആരോപണത്തിൽ ഒരു പടി കൂടി കടന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പട്നയിലെ ഹോട്ടലിൽ വെച്ച് ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അവിടെ CCTVകളും മറ്റും അമിത്ഷാ എത്തുമ്പോൾ മറച്ചു വെക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണം കഴിഞ്ഞ ദിവസം പവൻ ഖേര അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചതാണ്. അങ്ങനെ ആരോപണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ഈ അവസാന ലാപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ്. മറുവശത്ത് NDA ആവട്ടെ 1ാം ഘട്ടത്തിലുണ്ടായ വലിയ വോട്ട് അത് ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല.
പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണത്തിന് അനുകൂലമായിരുന്നു എന്നൊരു വിലയിരുത്തലിലാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 5%-ലധികം പോളിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിരുന്നത്, ഭരണം മാറുകയായിരുന്നു ചെയ്തത് എന്ന ചരിത്രവും അവിടെ നിൽക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ടാക്കിയിട്ടുണ്ട്. പ്രശാന്ത് കിഷോറും കാര്യമായ പ്രചാരണം ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. സീമാഞ്ചൽ മേഖല അടക്കമുള്ളതാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കടക്കം ഈ ഘട്ടത്തിൽ വലിയ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് ഈ സീമാഞ്ചൽ മേഖല. അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ് മറ്റന്നാൾ ജനങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ടി.കെ. ശരി, ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രത്യേക സ്റ്റാമ്പ് പ്രധാനമന്ത്രി പുറത്തിറക്കും. 8140 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കുടിവെള്ളം, ജലസേചനം, സാങ്കേതിക വിദ്യാഭ്യാസം, ഊർജ്ജം, നഗരവികസനം, കായികം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം 28,000-ലധികം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 62 കോടി രൂപ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. അവധിയെടുത്ത് വിദേശത്ത് ജോലിക്ക് പോകുന്ന സർക്കാർ ജീവനക്കാർ കരുതിയിരിക്കണം. അവധി കഴിഞ്ഞ് കൃത്യമായി തിരികെ കയറിയില്ല എങ്കിൽ കടുത്ത നടപടിക്ക് നിർദ്ദേശം. തിരികെ കയറാത്തവരെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വേഗത്തിൽ പിരിച്ചുവിടാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. വിദേശത്തും മറ്റും ജോലിക്കായും പഠനാവധിക്കായും ശൂന്യവേതനാവധി എടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ തീയതിയിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ശൂന്യവേതനാവധി കഴിഞ്ഞ് തിരികെ ജോലിക്കെത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. ഇപ്പോഴും അവധിയിൽ തുടരുന്നവരെ കണ്ടെത്തി പിരിച്ചുവിടാനാണ് നിർദ്ദേശം. അവധി അനുവദിച്ച തീയതി കഴിഞ്ഞിട്ടും വർഷങ്ങളോളം സർവീസിൽ തിരികെ കയറാത്തവരുണ്ട്. ഇവരെ കൃത്യമായി നടപടിയെടുത്ത് പുറത്താക്കണം. നടപടിയെടുക്കാത്തതിനാൽ പലർക്കും പെൻഷൻ ആനുകൂല്യമടക്കം നൽകേണ്ടി വരുന്നു. ഇത് സർക്കാരിന് ഗുരുതര സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം ധനവകുപ്പ് പുറത്തിറക്കിയത്. കൃത്യമായി നടപടിയെടുക്കാത്ത മേലുദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി വരുമെന്നും ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 24 തിരുവനന്തപുരം. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ വമ്പൻ പോരാട്ടം. രാത്രി 10-ന് സിറ്റിയുടെ മൈതാനത്താണ് മത്സരം. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണ, റയൽ മാഡ്രിഡ് ടീമുകൾക്കും മത്സരമുണ്ട്. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഇടിവെട്ട് പോരാട്ടം. പ്രീമിയർ ലീഗിലെ പുതുകാല വൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും മുഖാമുഖം. 10 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ സിറ്റിക്ക് 19, നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് 18 പോയിന്റ് പട്ടികയിൽ മുന്നിൽ കുതിക്കുന്ന ആഴ്സണലിനെ വിടാതെ പിടിക്കാൻ ഇരു ടീമിനും ജയം അനിവാര്യം. കഴിഞ്ഞ സീസണിലെ തിരിച്ചടികളെല്ലാം മറന്ന് പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി. അവസാന 5-ൽ 4 കളിയും ജയിച്ച നീലപ്പടയുടെ പ്രതീക്ഷകളെല്ലാം എർലിംഗ് ഹാലൻഡിന്റെ ഗോളടി മികവിൽ. പ്രീമിയർ ലീഗിലെ തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം ഒരു ജയം നേടിയ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ കൂടി വീഴ്ത്തി ജീവവായു വീണ്ടെടുത്തു കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സിറ്റിയെ അവരുടെ മടയിൽ സമനിലയിൽ തളയ്ക്കാനായാൽ പോലും ആർനെ സ്ലോട്ടിന്റെ സംഘത്തിന് ആശ്വാസമാകും. മുഹമ്മദ് സലായും ഫ്ലോറിയൻ വിർട്സും ഫോം വീണ്ടെടുക്കുന്നതും ചെമ്പടയ്ക്ക് പ്രതീക്ഷയാവുന്നു. സ്പാനിഷ് ലീഗിൽ 1-ാം സ്ഥാനത്തെ ലീഡ് ഉയർത്താനിറങ്ങുന്ന റയൽ മാഡ്രിഡ് രാത്രി 8:45-ന് റയോ വയോക്കാനയെ നേരിടും. 13 ഗോളുമായി ലീഗിലെ ടോപ്പ് സ്കോററായ കിലിയൻ എംബാപ്പയുടെ ബൂട്ടുകൾ ഇന്നും നിറയൊഴിക്കുമെന്ന പ്രതീക്ഷയിലാണ് റയൽ. അതേസമയം റയലിനെ വിടാതെ പിടിക്കാൻ ചാമ്പ്യന്മാരായ ബാഴ്സലോണയും കളത്തിലെത്തും. രാത്രി 1:30-ക്ക് നടക്കുന്ന എവേ പോരാട്ടത്തിൽ സെൽറ്റ വിഗോയാണ് കറ്റാലൻസിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. മലബാറിലെ ജനപ്രിയ വസ്ത്രവ്യാപാര കേന്ദ്രമായ ഫാമിലി വെഡിംഗ് സെന്റർ ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ 8ാമത് ഷോറൂമാണ് ബത്തേരിയിൽ പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. പേര് ശരിവയ്ക്കും വിധം ഉപഭോക്താക്കൾക്ക് ഫാമിലി ഷോപ്പിംഗ് അനുഭവം നൽകുക എന്നതാണ് ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ലക്ഷ്യം. ഇത് സാധ്യമാക്കും വിധമാണ് ബത്തേരിയിലെ ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. വിവാഹ ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങളുടേതടക്കം കമനീയ ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ 8ാമത് ഷോറൂം ബത്തേരിയിൽ പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇംബിഷമദ് സാഹിബിന്റെ നേതൃത്വത്തിൽ അവരുടെ പുതിയ തലമുറയും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ ഉടനീളം ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. അതൊക്കെ ജനസ്വീകാരം നേടി ജനപ്രീതി നേടിയിട്ടുണ്ട്.
അതിന് കാരണം അവർക്ക് അഫോർഡബിളായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ്. എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷൻസ് അവതരിപ്പിക്കുന്ന ബ്രൈഡ് ആർക്ക്, സ്പെഷ്യലി ഡിസൈൻ സൽവാറുകൾക്കായുള്ള സൽവാർ സ്റ്റുഡിയോ, എത്നിക് വെയറുകൾക്ക് മാത്രമായുള്ള എക്സ്ക്ലൂസീവ് സെക്ഷൻ എത്നിക് ബേ, ലേറ്റസ്റ്റ് ഗ്രൂം വെയേഴ്സ് അവതരിപ്പിക്കുന്ന ഗ്രൂം കൊറ്റ്യൂർ എന്നിവ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്ത ഫാമിലിയുടെ മാത്രം പ്രത്യേകതയാണ്. ഞങ്ങൾ നേരിൽ പോയി ബത്തേരിയിലെ ജനങ്ങളെ ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് ജനങ്ങളൊക്കെ ഇവിടെ എത്തി എന്നുള്ളത് ഏറെ സന്തോഷമുള്ളതാണ്. ബത്തേരി MLA IC ബാലകൃഷ്ണൻ, ഗൂഡല്ലൂർ MLA പൊൻ ജയശീലൻ, മാനന്തവാടി നഗരസഭാ ചെയർമാൻ TK രമേശ്, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. ലഹരിവിരുദ്ധ സന്ദേശവുമായി 12 വീട്ടമ്മമാർ കൊച്ചിയിൽ നിന്നാരംഭിച്ച സൈക്കിൾ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി GR അനിൽ വീട്ടമ്മമാരെ അഭിനന്ദിച്ചു. നവംബർ 2-ന് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് 6 ദിവസം കൊണ്ട് 5 ജില്ലകൾ പിന്നിട്ട് തിരുവനന്തപുരത്ത് സമാപിച്ചത്. യാത്ര കടന്നുപോകുന്ന വഴികളിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിലും കോളേജുകളിലും ലഹരി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് കേരളയും ഷീ സൈക്ലിംഗും ഇൻഡസ് മീഡിയയും കൈകോർത്താണ് യാത്ര സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ബൈസിക്കിൾ മേയറും ഷീ സൈക്ലിംഗിന്റെ സീനിയർ നാഷണൽ പ്രൊജക്ട് മാനേജറുമായ പ്രകാശ് പി ഗോപിനാഥാണ് യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത്. ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ സീനത്ത് എം.എ. ആയിരുന്നു യാത്രാ ക്യാപ്റ്റൻ. സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി മകന്റെ കമ്പനി വാങ്ങിയ സംഭവത്തിൽ ഇടപാട് റദ്ദാക്കി വിവാദത്തിൽ നിന്ന് തലയൂരാൻ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നീക്കം. സർക്കാർ ഭൂമിയാണെന്ന് മകൻ അറിയില്ലായിരുന്നുവെന്നും ഇടപാട് റദ്ദാക്കിയെന്നും അജിത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞു. 1800 കോടി മൂല്യമുള്ള ഭൂമിയാണ് 300 കോടിക്ക് പാർത്ഥ് പവാറിന്റെ കമ്പനി സ്വന്തമാക്കിയത്. 21 കോടി രൂപയെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ട സ്ഥാനത്ത് 1 രൂപ പോലും നൽകിയതുമില്ല. കമ്പനിയിൽ 90% ഓഹരിയും പാർത്ഥ് പവാറിന്റെ പേരിലാണെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. സഹ ഉടമകൾ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസിന്റെ കേസ്. ദളിത് വിഭാഗത്തിനായി സംവരണം ചെയ്ത ഭൂമിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അജിത് പവാറിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.